നമസ്കാരം. പ്രധാന വാർത്തകൾ. കോവാക്സിന് പാർശ്വഫലമില്ല, വെളിപ്പെടുത്തി ഭാരത് ബയോടെക്. സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിയാണ് കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ വാക്സിന് പാർശ്വഫലങ്ങളില്ലെന്ന് ഭാരത് ബയോടെക്. കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് ഉൽപാദന കമ്പനിയായ ആസ്ട്രസെനക്കെ യുകെയിലെ കോടതിയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് ബയോടെക് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ ട്രയൽ നടത്തിയ ഒരേയൊരു കോവിഡ് വാക്സിൻ കോവാക്സിനാണെന്നും വാക്സിന്റെ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തിയിട്ടുള്ളതാണെന്നും ഭാരത് ബയോടെക് പറഞ്ഞു. പഠനങ്ങളും തുടർ നടപടികളും കോവാക്സിനുള്ള അതിന്റെ മികച്ച സുരക്ഷാ റെക്കോർഡ് തെളിയിച്ചിട്ടുണ്ടെന്നും രക്തം കട്ടപിടിക്കൽ, ത്രോംബോസൈറ്റോപീനിയ, പെരികാർഡിറ്റിസ്, മയോകാർഡിറ്റിസ് എന്നിവയുൾപ്പെടെയുള്ള വാക്സിനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്പനി പറഞ്ഞു. അടൂരിൽ 8 വയസ്സുകാരി മരിച്ചത് ഷിഗല്ല മൂലമെന്ന് സംശയം. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. കടമ്പനാട് സ്വദേശി അവന്തികയാണ് ചൊവ്വാഴ്ച രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വയറിളക്കവും ഛർദിയുമായി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അവന്തികയെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിച്ച മരണ സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ മരണകാരണം ഷിഗല്ലയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിന് പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ലെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞു. ഷിഗല്ല എന്ന സംശയത്തിൽ ആരോഗ്യ വിഭാഗം പഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. സമീപത്തെ കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പരിശോധനകൾക്ക് ശേഷം വ്യക്തത വരുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന് അശ്ലീല സന്ദേശം അയച്ചു, യുവാവ് പിടിയിൽ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് അശ്ലീല സന്ദേശം അയച്ചയാൾ പോലീസ് പിടിയിൽ. എറണാകുളം സ്വദേശി ശ്രീജിത്താണ് സൈബർ പോലീസിന്റെ പിടിയിലായത്. മേയറുടെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിലേക്ക് പ്രതി അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യുവാവ് പിടിയിലായത്. തോട്ടപ്പള്ളിയിൽ യുവാവ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. തോട്ടപ്പള്ളി ഒറ്റപ്പന വാടയിൽ ശ്യാം അജിത ദമ്പതികളുടെ മകൻ അർജുനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു. പകൽ ആരും വീട്ടിലില്ലായിരുന്നു. 3 മണിയോടെയാണ് വീട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ അമ്പലപ്പുഴ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അർജുൻ അവിവാഹിതനാണ്. മരണകാരണം വ്യക്തമല്ല. അമേഠിയിൽ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി. പ്രചാരണ ബോർഡുകൾ മണ്ഡലത്തിലെത്തിക്കുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നു. രാഹുലിന്റെ ഫ്ലെക്സ് ബോർഡുകൾ മണ്ഡലത്തിലെത്തിക്കുന്നു. ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിലടക്കമാണ് പ്രചാരണ ബോർഡുകൾ എത്തിച്ചത്. കോൺഗ്രസ് മാറ്റം കൊണ്ടുവരും, ഇന്ത്യ പോരാടും, ഇന്ത്യ ജയിക്കും എന്നിങ്ങനെയുള്ള വാചകങ്ങളാണ് ബോർഡിലുള്ളത്. രാജ്യ തലസ്ഥാനത്തും കർണാടകയിലുമായി അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അമേഠിയിലെ അപ്രതീക്ഷിത നീക്കം